ചാപ്റ്റേഴ്സ് ഉണ്ട് മിസ്സെ പഠിച്ചു തീർക്കാനായിട്ട്. മാത്രമല്ല എക്സാം ഡേ അടുത്ത് തുടങ്ങി, ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കാന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് എന്റെ കുട്ടികൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കുട്ടി കാര്യം മിസ് പറഞ്ഞുതരാം. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ക്രാഷ് ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ക്രാഷ് ബാച്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് എന്റെ കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതും റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പീഡിലാക്കി കാണണമെങ്കിൽ അങ്ങനെ കാണാം, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണാൻ പറ്റുന്ന ക്ലാസ്സുകളായിരുന്നു. മാത്രമല്ല അതിന്റെ കൂടെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ഇതിന്റെ ഒക്കെ ഒരു അവസ്ഥ ഇപ്പൊ എന്താ കറണ്ട് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് നമ്മുടെ കുട്ടികൾ എല്ലാവരും ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവ് ക്ലാസ്സുകളൊക്കെ എല്ലാ ക്ലാസ്സുകളും എല്ലാതും നമ്മൾ കുട്ടികൾക്ക് എടുത്തു കൊടുത്ത് കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കണ്ടല്ലേ ഇത് പറയാനാണോ മിസ് വന്നത് അല്ലെ, ഞങ്ങളെ സങ്കടപ്പെടുത്താനാണോ, ഇതൊക്കെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് എന്താ കിട്ടാൻ എന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിക്കണ്ടേക്ക. പക്ഷെ അതിലൊരു കുഞ്ഞു കാര്യമുണ്ട്. ഇത് ഓൾറെഡി ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒക്കെ റെക്കോർഡിങ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ഓരോ റെക്കോർഡ് ക്ലാസ്സിന്റെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവായിട്ട് പോയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒക്കെ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ട്, ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ വർക്ക്ഷീറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അടുത്ത ആഴ്ച മുതൽ അടുത്ത വീക്ക് മുതൽ നമുക്ക് മോഡൽ എക്സാമും കൂടെ വരാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഉള്ള ഒരു ഐഡിയ കിട്ടും. എക്സാമിന് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നുണ്ടായിരിക്കുക, അത് എങ്ങനെയാണ് കറക്റ്റ് ടൈമിനനുസരിച്ച് എനിക്ക് എഴുതി തീർക്കാനായിട്ട് പറ്റുന്നുണ്ട്. കുറെ പേര് എപ്പോഴും പറയുന്ന പ്രശ്നമല്ലേ മിസ് സമയമില്ല എക്സാമിന് എഴുതി തീർക്കാനായിട്ട് സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം എന്നുള്ള രീതിക്ക് തന്നെ നിങ്ങൾക്കത് വിചാരിച്ച് മോഡൽ എക്സാം എന്ന് വിചാരിക്കേണ്ട, പബ്ലിക് എക്സാം എന്നുള്ള രീതിക്ക് തന്നെ വിചാരിച്ച് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്ത ആഴ്ച മുതൽ മോഡൽ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക്, അതായത് ഈ പറയുന്ന ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ വലിയ ഫീസ് തരികയാണ് അല്ലെ, ഇനിയാണെങ്കിൽ കുറച്ച് സമയമുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ വലിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഈ ബാച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് എടുക്കാനും ഭയങ്കര പ്രയാസമായിരിക്കും. മാത്രമല്ല കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്കത് ഒട്ടും ഒരു ലാഭമില്ലാത്തൊരു പരിപാടിയായി പോകും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്റെ കുട്ടികൾക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ സമയം. അപ്പൊ ആ കുറച്ച് സമയത്തിനുള്ളിൽ പഠിക്കാന്ന് പറയുമ്പോൾ അത് ആക്ച്വലി കുറച്ച് അത്യാവശ്യം കഷ്ടപ്പാടുള്ള പരിപാടിയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ടൈം ടേബിൾ പ്രൊവൈഡ് ഉണ്ടാക്കിയില്ല, കാരണം എല്ലാ കാര്യങ്ങളും ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ക്ലാസ്സുകളായാലും നോട്ട്സുകളായാലും എല്ലാതും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, ഒരു കാര്യം ചെയ്തു എന്റെ കുട്ടികൾ, അതായത് നിങ്ങൾ ചാപ്റ്റേഴ്സിനെ മിസ് എപ്പോഴും പറയാറില്ലേ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഹാർഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് നിങ്ങൾ തൊട്ടുപോലും നോക്കാത്ത ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാവുന്ന ചാപ്റ്റേഴ്സ്, നന്നായിട്ട് അറിയാവുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അതിൽ ഹാർഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്രാഷ് ബാച്ചിൽ പോയിട്ട് അതിന്റെ ക്ലാസ്സുകൾ കാണണം. ഓക്കെ, ഒരുപാട് ലെങ്ത് ഉള്ള ചാപ്റ്റർ ക്ലാസ് ഒന്നും ആയിരിക്കില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയുക പെട്ടെന്ന് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും. മാത്രമല്ല എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള സബ്ജക്ട് നിങ്ങൾക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്ലാസ്സുകൾ കാണാം. അതിനുശേഷം വേണം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന, അതായത് കുറച്ചൊക്കെ അറിയാം എന്നുള്ള രീതിക്കുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ആദ്യം മുതൽ ക്ലാസ് ഒന്നും കാണണമെന്ന് മിസ് പറയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി സമയമില്ലല്ലോ. സമയം നമ്മൾ കറക്റ്റ് ആയിട്ട് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കല്ലോ, ആ നോട്ട്സ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാ ക്ലാസ്സിലും തൊട്ടടിയിൽ എന്നായിട്ട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നോട്ട്സ് വെച്ചിട്ടൊന്ന് റിവൈസ് ചെയ്ത് പോവാ. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ മാത്രം ആ ഭാഗത്തെ ക്ലാസ്സുകൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നോട്ട്സ് വെച്ച് നോക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നന്നായിട്ട് കാണാം. അതേപോലെ വർക്ക്ഷീറ്റുകളൊക്കെ ചെയ്ത് നോക്കുക. കാരണം ഇനി നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. അപ്പൊ ആ ഒരു രീതിക്കാണ് ഇനി എന്റെ കുട്ടികൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ആക്ച്വലി ടൈം ടേബിൾ മിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവില്ല എന്ന് പറയില്ല. നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുത്ത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീസ് നല്ലോണം കുറച്ചിട്ടുണ്ട്. 1500 എന്നുള്ളത് 599 ആക്കി മാറ്റിയിട്ടുണ്ട്. കുറച്ച് ദിവസമേ ഉള്ളൂ അതുകൊണ്ട്.
ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇത് ഇനി ഈ പൈസയും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എങ്ങനെയാണ്? അടുത്ത നമ്മുടെ 9ാം ക്ലാസ്സിലേക്ക് ഇപ്പൊ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 9ാം ക്ലാസ്സിലെ ബാച്ച് ആണ് ആൽഫ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൽഫ ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പൊ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോ നമുക്ക് അടുത്ത വർഷവും സെറ്റാക്കി വെക്കാം, ഈ വർഷവും സെറ്റാക്കി വെക്കാം. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത്. മാത്രമല്ല മിസ് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു രീതിക്ക് ഹാർഡ് മീഡിയം എന്നുള്ള രീതിക്ക് തരം തിരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും എന്റെ കുട്ടികൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കുറച്ച് സമയത്തിനുള്ളിൽ പഠിച്ച് തീർക്കാനായിട്ട് പറ്റുക. അപ്പൊ ആ ഒരു രീതിക്ക് തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ. അപ്പൊ മിസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. വാട്സാപ്പിൽ ഒരു ഹൈ മെസ്സേജ് അയച്ചാൽ മതി. ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ. റെഡി? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വട്ടത്തെ പോലെ നമുക്ക് അല്ലെ തോറ്റു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. മിനിമം മാർക്ക് എന്തായാലും കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പോ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.